ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അതിനുവേണ്ടി നമ്മൾ സൈഡ് കട്ട് ചെയ്ത ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മയോണൈസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യ് വേണമെങ്കിൽ അതിനകത്ത് ഇടാം. നെയ്യും ഉണ്ട്. പിന്നെ ഇച്ചിരി കെച്ചപ്പും ഉണ്ട്. അപ്പം ഗായ്സ്, നമ്മൾ ഗ്യാസ് ഓണാക്കി തവ വെച്ചിട്ടുണ്ട്. ഗായ്സ്, ഇത് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കാം. ഗായ്സ്, ഇനി നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ട് മൊരിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് വേണമെങ്കിൽ മാത്രം ഈ നെയ്യ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എണ്ണ ഇട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് ബ്രെഡ് ഒന്ന് മൊരിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളൊരു സൈഡ് മൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ബ്രെഡും ഇങ്ങനെ മൊരിച്ചെടുക്കണം. ഗായ്സ്, അപ്പം നമ്മുടെ ബ്രെഡെല്ലാം ഇങ്ങനെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട അടിക്കാം. ഗായ്സ്, നമ്മൾ മുട്ട അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കാം. ഗായ്സ്, നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ട തവയിലോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗായ്സ്, നമ്മൾ ആ ഒരു മുട്ട മുറിച്ചിങ്ങനെ രണ്ടാക്കിയിട്ടുണ്ട്. ഗായ്സ്, നമുക്കിനി ഈ ബ്രെഡിലോട്ട് ഇച്ചിരി മയോണൈസ് വെക്കാം. ഗായ്സ്, നമ്മൾ മയോണൈസ് ചൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് മുട്ട വേണ്ട ഇതുപോലെ എടുത്ത് അങ്ങ് വെക്കാം. ഗായ്സ്, നമുക്ക് സോസ് ഒന്ന് തേച്ച് കൊടുക്കാം. വേണ്ട ഇനി നമുക്ക് ഒരു പീസ് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് അങ്ങ് അടച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ടേസ്റ്റാണ് ഗായ്സ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെ ചിക്കനൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും എൻ്റെ ചാനലിലെ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യുക. ബൈ.